ഹായ്, നമസ്കാരം. ഇപ്പോൾ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യാറ് കുറവാല്ലേ? യൂട്യൂബിൽ ഇപ്പോൾ വീഡിയോ ചെയ്തിട്ട് കുറേ നാളായി. വേറെ ഒന്നല്ല, ഞങ്ങൾ യൂട്യൂബ് അവിടുന്ന് ആ കൊറോണയൊക്കെ ശേഷം തന്നെ കാര്യമായിട്ട് പിന്നെ അതിലേക്കൊന്നും നോക്കാൻ പറ്റിയില്ല. പിന്നെ പോട്ടിയിൽ നിന്ന് ഞങ്ങൾ അവിടുന്ന് വീടൊക്കെ മാറി TBCയിലേക്ക് പോന്നു. അതാണ് പിന്നെ കാര്യമായിട്ട് നോക്കാൻ പറ്റാത്തത്. ഇപ്പോൾ TBCയിൽ വന്നിട്ട് ഇപ്പം കുറേ ചെറിയ ചെറിയ കുഞ്ഞു പരിപാടികളും ബിസിനസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അതാണ് യൂട്യൂബിലേക്കൊന്നും വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. കാരണം പോട്ടിയിലായിരുന്നപ്പോൾ നമ്മൾ എപ്പോഴും ഫാമിങ്ങും അതൊക്കെ ആയിട്ട് എപ്പോഴും എന്തെങ്കിലും വീഡിയോ ഒക്കെ അല്ലേ ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിടാനുള്ള നേരം കിട്ടാറില്ല, അതുകൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമായിട്ട് വിചാരിക്കണം. പിന്നെ ഞാൻ വീഡിയോ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറേ നാളായിട്ട് ഈ ജോർജിയയിലാകുന്നപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ നമുക്ക് മെസ്സേജും മെയിലൊക്കെ ആയിട്ട്, ഇപ്പോൾ നമ്മൾ ടിക്ടോക്കിലാണെങ്കിലും ഇപ്പം അത്യാവശ്യം അതാക്കിയപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ നമുക്ക് മെസ്സേജ് ഇടുന്നുണ്ട്. ഇവിടുത്തെ ചേട്ടാ ജോലിക്ക് വരട്ടെ, ജോലി സാധ്യതകൾ എന്താക്കിയാന്നൊക്കെ ചോദിച്ചിട്ട് നിറയെ ആൾക്കാർ ഇങ്ങനെ നമുക്ക് മെസ്സേജ് ഇടുന്നുണ്ട് എപ്പോഴും. അപ്പം ഞാനത് കുറേ പ്രാവശ്യം ആൾക്കാർ ടിക്ടോക്കിലൊക്കെ ആയിട്ടായിട്ട് പല പ്രാവശ്യം പറഞ്ഞു. നമ്മുടെ നാട്ടിലാണെങ്കിലും ശരി, നാട്ടിൽ ടിക്ടോക്ക് ഇപ്പം ബാൻ ചെയ്ത് കളഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് നാട്ടിലാണെങ്കിൽ ടിക്ടോക്ക് കിട്ടത്തില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യണത് 29-ാം തീയതി അല്ലേ? 29-ാം തീയതി അല്ലേ കൂട്ടത്? 29-ാം തീയതി. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ 27-ാം തീയതി കഴിഞ്ഞ ദിവസം ഇവിടെ ഗുദാവരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ സ്ഥലത്ത് പോയിക്കപ്പോൾ ഒരാൾ പരിചയപ്പെട്ടു. ഇപ്പോൾ ആളുകൾ പറയുന്നത് 3.5 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ചേട്ടാ ഇപ്പോൾ 6 മാസമായുള്ളൂ ഇവിടെ വന്നിട്ട്. 3.5 ലക്ഷം രൂപ കൊടുത്തിട്ട് വന്നതാണ്. ഇവിടെ 80,000 രൂപ സാലറിയിൽ ജോലിയുണ്ട്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അതെന്നും പറഞ്ഞിട്ട് വിസ കൊടുത്ത് ഇവിടെ വന്ന ഒരാൾ. ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെ വന്നതാണ്. ഞങ്ങൾ 2015, 16 കാലഘട്ടത്തിൽ ഇതുപോലെ തന്നെ മിനി സ്വിറ്റ്സർലാൻഡാണ്, $1,500 സാലറി ഉണ്ട്, കാണാൻ അടിപൊളിയാന്നൊക്കെ പറഞ്ഞിട്ട് അന്നും ഞങ്ങളും ഇതുപോലെ ഒരു ഏജൻസി നമ്മുടെ ക്യാമ്പയിൻ ചെയ്ത് നമ്മളും ഇതുപോലെ കുറച്ച് കൂട്ടുകാരൊക്കെ ആയിട്ട് ഞങ്ങളും അന്ന് കയറി വന്ന ആൾക്കാരാണ്. പക്ഷെ അന്ന് കയറി വന്നിട്ട് ഞങ്ങളുടെ കൂടെ വന്നവർ കുറച്ച് പേരൊക്കെ 1-2 പേരുണ്ട് ഇവിടെ ഉണ്ട് ഇപ്പോഴും. ബാക്കിയെല്ലാവരും കുറേ പേരൊക്കെ ഇട്ടിട്ട് പോയി. കുറേ പേര് യൂറോപ്പിലേക്ക് പോകുന്നു പറഞ്ഞിട്ട് അവർ അങ്ങനെ പോയി. കുറേ പേര് ഇവിടുന്ന് പോയി പിന്നെ നാട്ടിൽ പോയി തിരിച്ച് പോയി സാലറി ഇല്ലാന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കും സെറ്റിലായി ആൾക്കുണ്ട്. ഞങ്ങളെന്തോ ഞങ്ങളിവിടെ വന്ന് സ്റ്റേ ബാക്ക് ചെയ്ത് പിടിച്ച് നിന്ന് ഇപ്പോഴും ഞങ്ങളൊന്ന് സെറ്റിലായി വരുന്നേ ഉള്ളൂ. കാരണം ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോർജിയയിൽ സാലറി എന്ന് പറഞ്ഞ കാര്യം ഭയങ്കര കുറവാണ്. പിന്നെ ഇവിടെ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേറെ ഒന്നുമല്ല, ഒന്നും ഭാഷ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അവിടെ ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ജോർജിയൻ അല്ലെങ്കിൽ റഷ്യനോ ഭാഷ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുണ്ടെങ്കിലാണ് ഇവർ ജോലിക്ക് എടുക്കുകയുള്ളൂ. കാരണം ഇംഗ്ലീഷ് ഭാഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് ഭയങ്കര മോശമാണ്. അവർ കാരണം പഠിപ്പിച്ചില്ല. കാരണം പഴയ സാറിൻ്റെ ഇതായതുകൊണ്ട് ഇവർക്ക് റഷ്യനാണ് ഇവരുടെ മെയിൻ ലാംഗ്വേജ് വന്നത്. സെക്കൻഡ് ലാംഗ്വേജ് ഇവിടെ ജോർജിയനൊക്കെ ആയിട്ടാണ് ഇവിടെ വന്നത്. അപ്പം ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. കാരണം കുറേ ആൾക്കാർ നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റനാണ്, നമുക്ക് ചേട്ടാ ഇവിടുത്തെ ജോലി കിട്ടുമോ എന്നുള്ള കാര്യം. ജോലി സാധ്യതകൾ എങ്ങനെയാണ്? ജോലി സാധ്യതകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ IT റിലേറ്റഡ് അങ്ങനത്തെ ജോലികൾക്കൊക്കെ അത്യാവശ്യം സാലറി ഉണ്ട്. പ്രശ്നം ഒരു ഭാഷയുടെ പ്രശ്നമുണ്ട്, എന്നാലും പക്ഷേ ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ജോലി കിട്ടാനുണ്ട്. പിന്നെ നേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള നേഴ്സ് ജോലി ഉണ്ടെന്നുണ്ട്. കാരണം ഇവിടെ ഇന്ത്യക്കാരെ ഏറ്റവും കൂടുതൽ വന്നത് സ്റ്റുഡൻസാണ് ഇവിടെ പഠിക്കാനായിട്ട്, MBBS പഠിക്കാനായിട്ട് വന്നതാണ്. കാരണം ഇവിടെ ഫീസ് കുറവുണ്ട്, നല്ല എഡ്യൂക്കേഷൻ നല്ലതാണ് കേട്ടോ. കാരണം ഫീസ് കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടംപോലെ സ്റ്റുഡൻസ് വരുന്ന പഠിക്കുന്നുണ്ട്, നല്ല യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പക്ഷേ നേഴ്സിൻ്റെ ജോലിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സാധ്യത വളരെ കുറവാണ്, സാലറി കുറവാണ്. അതേപോലെ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്ന് ഭാഷ അറിയാൻ പാടില്ലെങ്കിൽ നേഴ്സ് ജോലി ഇവിടെ കിട്ടത്തില്ല. കാരണം മറ്റ് യൂറോപ്പിലേക്ക് പോകണ കണക്ക് ഇവിടെ അതിൻ്റെ കൂടെ പറയാൻ പറഞ്ഞത് വേറൊരു കാര്യം, അതിൽ കൂടുതൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് യൂറോപ്പാണോ എന്ന്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് യൂറോപ്പല്ല. ശരിക്കും ഇത് കൊക്കേഷ്യൻ സൈഡിൽ കിടക്കുന്ന ഒരു ജോർജിയ എന്ന് പറഞ്ഞൊരു കുഞ്ഞു രാജ്യമാണ്. ശരിക്കും പഴയ USSRൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു രാജ്യമാണ്. ഇവരിപ്പം യൂറോപ്യൻ യൂണിയൻ്റെ പാർട്ടാവാനുള്ള പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് ഞങ്ങൾ വന്ന 2016 അന്ന് 15-16 ആ ടൈമിലും അന്ന് വന്നപ്പോൾ പറയുന്നത് യൂറോപ്പിൻ്റെ ഭാഗമാണ്. പിന്നെ അതിൻ്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെയായിട്ട് ആയിട്ടില്ല. അത് എത്ര നാളെടുക്കും അതിൻ്റെ പ്രൊസീജിയർ എന്നുള്ള കാര്യം അറിയത്തുമില്ല എപ്പോഴും. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇപ്പം ഉക്രൈനായിട്ടൊക്കെയുള്ള യുദ്ധം നടക്കണില്ലേ. ഇപ്പം പറയുമ്പോൾ മോൾഡോവയും ഉക്രൈനൊക്കെ അവരുടെ പ്രൊസീജിയറൊക്കെ ആയി, അവർ യൂറോപ്യൻ യൂണിയനിലേക്കായി. ഇപ്പം നമ്മുടെ ജോർജിയയുടെ കാര്യം ഇതുവരെയായിട്ടും പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്. ഇപ്പോഴത്തേക്കാവും എത്ര നാളെടുക്കും
എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. പലരും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പലരെയും യൂറോപ്പിലേക്കാണെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതും. ഇത് ഇപ്പോഴും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂറോപ്പല്ല, ഇത് യൂറോപ്പിൻ്റെ ഒരു പാർട്ടായിട്ട് ഫ്യൂച്ചറിൽ വരാനുണ്ട്. കാരണം ഒരു ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ട്, അതിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ യൂറോപ്പ് അല്ല കേട്ടത്. കാരണം യൂറോപ്പാണെന്ന് പറഞ്ഞിട്ട് ആരും ഇങ്ങോട്ട് ഓടി വരണ്ട. യൂറോപ്പിൻ്റെ ഫ്യൂച്ചറിലേക്ക് ആവും എന്ന് പറയുന്നു. ഞങ്ങളും പ്രതീക്ഷിച്ചിരിക്കുന്നു. ഒരുപാട് ഞങ്ങൾക്കും സന്തോഷമായിട്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇന്ത്യൻസ് ഉണ്ടെന്ന്, ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇന്ത്യൻസ് ഉണ്ട്. ശരിക്കും സ്റ്റുഡൻസാണ് ഏറ്റവും കൂടുതൽ. ബാക്കി ഇന്ത്യക്കാരെന്ന് പറയാവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ആത്മാർത്ഥമായിട്ട് ഇറങ്ങി എണ്ണിക്കഴിഞ്ഞാൽ വിരലിലെണ്ണി തീർക്കാവുന്ന ഇന്ത്യൻസേ ഉള്ളൂ. അല്ലാണ്ട് ഫാമിലിയായിട്ട് താമസിക്കുന്ന പഞ്ചാബീസ് ഉണ്ട്. ശരിക്കും ഇവിടെ വില്ലേജുകളിൽ അവർ വന്നിട്ട് ഹെക്ടർ കണക്കിന് സ്ഥലമൊക്കെ മേടിച്ച് കൃഷി ചെയ്യുന്ന പഞ്ചാബീസ് ഉണ്ട് ഇവിടെ. അവർ പഴയ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫാമേഴ്സിനെ അവരൊക്കെ വെൽക്കം ചെയ്തുകൊണ്ട് പരസ്യം ഉണ്ടായിരുന്നു. ആ ടൈമിൽ വന്ന് ഇവിടെ സെറ്റിലായ കുറേ പഞ്ചാബി ഫാമിലീസ് ഉണ്ട്. അതും വില്ലേജുകളിലാണ്. ഞങ്ങൾ പലരെ പോയി കണ്ട് അവരിവിടെ ഹെക്ടർ കണക്കിന് സ്ഥലമൊക്കെ മേടിച്ച് ഫാമിലിയായിട്ട് സെറ്റിലായവരുണ്ട്. ഇവിടെയുള്ളവരെ കല്യാണം കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പിന്നെ ആൾക്കാർ ചോദിച്ചത് ഇവിടെ ചെയ്യാൻ പറ്റിയ ബിസിനസ് എന്താണെന്ന്. എൻ്റെ ഐഡിയയിൽ ചെയ്യാൻ പറ്റിയ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ ഇവിടെ ചെയ്യുന്നുണ്ട് ഓൾറെഡി. ഇന്ത്യൻ ഗ്രോസറീസ്, നമ്മുടെ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട്. പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ജോലി ചെയ്താലും, കാരണം ജോർജിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ളത് ഇപ്പം സിറ്റുവേഷനിൽ ടൂറിസത്തിലാണ് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ളത് ഒരു ഇത് പോകുന്നത്. അപ്പം ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ള ഹോപ്പ് കാണുന്നുണ്ട്. റെസ്റ്റോറൻ്റ് ഉണ്ടോ ഇവിടെ? ഇന്ത്യൻ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് ഓരോ ദിവസവും പുതിയ റെസ്റ്റോറൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്? ഇവിടെ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ പറ്റുമെന്ന്. പ്രോപ്പർട്ടി വാങ്ങിക്കാം, ആർക്ക് വേണമെങ്കിലും ഇവിടെ പ്രോപ്പർട്ടി വാങ്ങിക്കാം. അഗ്രികൾച്ചർ ലാൻഡ് മാത്രം മേടിക്കാൻ പറ്റില്ല എന്നുള്ളൂ. അഗ്രികൾച്ചർ ലാൻഡ് മേടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാമായിരുന്നു. കാരണം പലരും വന്നിട്ട് മേടിച്ചിട്ട് കയ്യേറും അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇന്ത്യൻസിന് ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി അഗ്രികൾച്ചർ ലാൻഡ് വാങ്ങിക്കാൻ പാടില്ല എന്നുള്ള നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൊമേഴ്ഷ്യൽ ലാൻഡോ വീടോ സ്ഥലമോ ഫ്ലാറ്റോ എന്ത് വാങ്ങിക്കാം. അഗ്രികൾച്ചർ ലാൻഡ് മാത്രം മേടിക്കാൻ പറ്റില്ല എന്നുള്ളൂ. പിന്നെ എന്തെങ്കിലും ഇവിടെ വാങ്ങിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്. പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ നമ്മുടെ സ്വന്തം പേരിൽ വാങ്ങിക്കാം. അതിന് ഇവിടുത്തെ റെസിഡൻസ് വേണമെന്നൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ വിസ കിട്ടണമെങ്കിൽ എത്ര രൂപയുടെ പ്രോപ്പർട്ടി വാങ്ങിക്കുന്നത്? ഇവിടുത്തെ $1,00,000 വാല്യൂ ഉള്ള പ്രോപ്പർട്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ അതിൻ്റെ പേരിൽ നമുക്ക് ഡോക്യുമെൻറ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ പേരിൽ ഡോക്യുമെൻറ്റ് കിട്ടത്തില്ല. നമ്മുടെ പാസ്പോർട്ട് നമുക്ക് പ്രോപ്പർട്ടി വാങ്ങിക്കാമെന്ന് മാത്രമേ ഉള്ളൂ, നമുക്ക് അതിൻ്റെ പേരിൽ കിട്ടത്തില്ല. പിന്നെ PR കിട്ടണമെങ്കിൽ $3,00,000 ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ നമുക്ക് PR കിട്ടത്തുള്ളൂ. പിന്നെ വിസ കിട്ടാനുള്ള ഒരു മാർഗ്ഗം എന്താണെന്ന് പിന്നെ ആൾക്കാർ ചോദിച്ചു ഇവിടെ വന്നു കഴിഞ്ഞാൽ ബിസിനസ് തുടങ്ങാനാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബിസിനസ് തുടങ്ങാനാണെങ്കിലും മറ്റു നാട്ടിലുള്ളവർക്ക് അത്രയും സ്പോൺസറോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നമ്മുടെ പേരിൽ വന്ന് നമ്മുടെ സ്വന്തമായിട്ട് നമുക്ക് ബിസിനസ് തുടങ്ങാം. പക്ഷേ അതിൻ്റെ പേരിൽ വിസ കിട്ടണമെങ്കിൽ നമ്മൾ ഒരു മിനിമം പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ആ ബിസിനസ് നല്ല രീതിയിൽ റൺ ചെയ്ത് സക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞ് ഇവിടുന്ന് 6 മാസത്തിനുള്ളിൽ ഇവിടെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ പേരിൽ ഒരു വിസ അടിച്ചു തരത്തുള്ളൂ. അങ്ങനത്തെ കുറേ പ്രൊസീജിയർ, കുറേ നിയമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്ന ഇത് വെച്ചിട്ടാണ് ഞാൻ നോക്കി പറയണത്. പിന്നെന്തൊക്കെയായിരുന്നു ഇവിടെ ആൾക്കാർ ചോദിച്ചേ? ജോലിയാണ് എല്ലാവരും മെയിനായിട്ട് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജോലിയുടെ കാര്യമാണ്. ജോലി കിട്ടാനുണ്ട് കേട്ടോ, ഞാൻ ആരും നിരുത്സാഹപ്പെട്ടതല്ല. ജോലി കിട്ടാനുണ്ട്, പക്ഷേ സാലറി ഇല്ല. സാലറി ഭയങ്കര മോശമാണ്. കാരണം ഇവിടുത്തെ എല്ലാ കമ്പനികൾക്കും ആളെ ആവശ്യമുണ്ട്, പക്ഷെ എടുക്കുന്നെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കുറച്ച് നിയമങ്ങളുണ്ട്. കാരണം ഇത്ര ടേൺ ഓവറുള്ള കമ്പനിയിൽ മാത്രമേ ഫോറിനേഴ്സിനെ എടുക്കാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ കുറേ ക്രൈറ്റീരിയ ഉള്ളതുകൊണ്ട് ആരും തന്നെ ഫോറിനേഴ്സിനെ എടുക്കാൻ തയ്യാറാവണില്ല. അല്ലെങ്കിൽ അത്രയും ക്രിട്ടിക്കൽ പൊസിഷൻസിലേക്ക് മാത്രമാണ് ഫോറിനേഴ്സിനെ എടുക്കാനും അങ്ങനത്തെ കാര്യങ്ങളുള്ളൂ. പിന്നെ എല്ലാവരും ചോദിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ യൂറോപ്പിൽ പോകാൻ പറ്റുമോ എന്നുള്ള കാര്യം. യൂറോപ്പിൽ പോകാമെന്നതിന് ഭയങ്കര വലിയ ടാസ്ക്കാണ്. കാരണം നമുക്ക് നാട്ടിൽ നിന്നുകൊണ്ട് എങ്ങനെ യൂറോപ്പിൽ പോകാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയൊക്കെ തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വിസയ്ക്കെന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഈസി ആയിട്ട് കിട്ടത്തൊന്നുമില്ല. ഭയങ്കര പാടാണ്. ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വന്ന്
അങ്ങനെ കിടന്ന് നമ്മൾ സ്ഥിരം കാണുന്നതാണ്. ആൾക്കാരും നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യണതല്ല, നമ്മൾ കാണുന്ന ഫാക്റ്റ് സത്യസന്ധമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ആരും ഇത് കേട്ടോണ്ട് എടുത്തു ചാടി ഓടി ജോർജിയയിലേക്ക് വന്നിട്ടോ അല്ലെങ്കിൽ ജോർജിയയിലേക്ക് ഇത്ര സാലറി കിട്ടുമെന്ന് പറഞ്ഞു വന്നിട്ടോ ഒന്നും സത്യസന്ധമായിട്ടുള്ള കാര്യമല്ല. ആരോടെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആരോട് വേണമെങ്കിൽ അന്വേഷിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം കൊറോണ കഴിഞ്ഞ ശേഷം ഇപ്പം വിസ കൊടുത്ത് തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് ജോർജിയയിലേക്ക്. ഇതിനു മുമ്പ് നേരെ ശരിക്കും ഇന്ത്യൻസിനെ എയർപോർട്ടിൽ വന്നു കഴിയുമ്പോൾ നേരെ തന്നെ പാസ്പോർട്ട് പോലും തുറന്നു നോക്കാണ്ട് ഡിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിപ്പോൾ ഇപ്പോൾ വിസയുടെ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു കേട്ടോണി. ഇനിയിപ്പോൾ എത്രത്തോളം ഏതൊക്കെ രീതിയിൽ ആൾക്കാരെ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഐഡിയ ഇല്ല. അപ്പോൾ അതുകൊണ്ട് സത്യസന്ധമായിട്ട് പറയുക, ജോർജിയയിലേക്ക് ജോലി എന്ന് പറഞ്ഞ് ഒരു മിനിമം സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം പറയാമല്ലോ, അത്യാവശ്യം ഒരു ഡിഗ്രി പാസ്സായവന് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാട്ടിൽ 25,000 രൂപ, അതായത് ഒരു 1000 ലാറി. അതാണ് ഇവിടുത്തെ സാലറി. അതിൻ്റെ മേളിലേക്ക് ആരും എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ട. നമ്മുടെ സാധാരണ അതായത് അത്യാവശ്യം ഒരു നമ്മുടെ ഒരു കസ്റ്റമർ കെയർ ഒരു എക്സിക്യൂട്ടീവിന് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ 1000 ലാറി. അത്രയും പ്രതീക്ഷിച്ചാൽ മതി. അതിൻ്റെ മേളിലേക്ക് സാലറി കിട്ടത്തില്ല. അതായത് അത് കൂടുതൽ നമ്മുടെ നാട്ടിൽ കിട്ടുമല്ലോ, അത്രയും സാലറി. അതാണ് ഇവിടുത്തെ സാലറി സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതിൻ്റെ മേളിലേക്ക് സാലറി കിട്ടുന്ന ആൾക്കാരുണ്ട്, ടെക്നിക്കലി അത് ഇതൊക്കെ ആയിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള. പിന്നെ ഇവിടെ ജീവിത ചെലവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ കുറവാണ്. പക്ഷേ ഇപ്പോൾ ഈ യുക്രൈനായിട്ടുള്ള യുദ്ധവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞേക്കുന്നുണ്ട്, നമുക്ക് ഒരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ കൂടിയേക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ റെൻ്റ് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ബെഡ്റൂം ഫ്ലാറ്റിന് ഇപ്പോഴത്തെ റെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $600 $700 1 ബെഡ്റൂമിന്. 2 ബെഡ്റൂം ആയി കഴിയുമ്പോഴത്തേക്ക് അത് 1000 1200 ഒക്കെയാണ് റെൻറ്റ് ഒരു മാസം. $1200 ലാറിയല്ല, നമുക്ക് സാലറി കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലാറിയിലാണ് ശമ്പളം കിട്ടുന്നത്. ഇത്രയും ഒരു 2 ബെഡ്റൂം ഫ്ലാറ്റ് എടുക്കണമെങ്കിൽ $1200 കൊടുക്കണം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ അവസ്ഥയാണ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷന്. അത് ഈ യുദ്ധം വന്നതിന് ശേഷം ഒരുപാട് നമ്മുടെ നെയ്ബർ കൺട്രിയിൽ നിന്ന് റഷ്യൻസ് ഒക്കെ ഒരുപാട് പേര് ഇങ്ങോട്ട് ജോർജിയയിലേക്ക് ഒക്കെ ആയിട്ട് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് റെൻ്റൊക്കെ ഭയങ്കരമായിട്ട് കൂടി, സാധനങ്ങളുടെ വിലയാണെങ്കിലും അതുപോലെ കൂടി, ഭയങ്കരമായിട്ട് എക്കണോമിക്കൽ ഒരു പ്രശ്നം ആയിട്ടിരിക്കുകയാണ് ഇപ്പം. അത് പിന്നെ കുറയോ എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല. അപ്പം ഇതാണ് ഇന്ന് പറയാനുള്ള വിശേഷങ്ങൾ. അല്ലാണ്ട് വേറെ ഒറ്റ ടോപ്പിക്കേ ഉള്ളൂ. എല്ലാവരും ചോദിച്ചാൽ ഞാൻ എപ്പോഴും കാണണം, എനിക്ക് എപ്പോഴും മെസ്സേജ് വന്നാണ്. അതുകൊണ്ടുള്ളൂ ജോലിക്ക് ജോർജിയയിലേക്ക് മാക്സിമം ആരെങ്കിലും നിങ്ങൾക്ക് ഇത്രയും എന്ന് പറഞ്ഞ് ഓഫർ ചെയ്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഏജൻസിയോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ ദൈവത്തെ ഓർത്ത് വിശ്വസിക്കാണ്ടിരിക്കുക. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാലറി കിട്ടത്തില്ല. കാണാൻ വേണ്ടി വരുന്നവരോട് ഓൾവേസ് വെൽക്കം. കാരണം നമുക്കിവിടെ ഇത്രയും നല്ല മനോഹരമായിട്ടൊരു രാജ്യമാണ്, കാണാൻ നല്ല ഭംഗിയാണ്, നല്ല ഐസൊക്കെ മൂടിക്കിടന്ന് ഐസും നല്ല നേച്ചറും അത്രയും ഭംഗിയുള്ള രാജ്യം. സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ പറയില്ലേ, സത്യസന്ധമായ കാര്യമാണ്. കാണാൻ അത്രയും ഭംഗിയൊക്കെ ഉണ്ട്. കാരണം ഇവിടുത്തെ ഗോദാവരി കക്കത്ത് റീജിയനിലേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗോദാവരി ആ സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും മിനി സ്വിറ്റ്സർലാൻഡ് പോലെയൊക്കെ തന്നെ കാണാൻ നല്ല ഭംഗി, നല്ല നേച്ചർ അടിപൊളിയായിട്ടുള്ള രാജ്യമാണ്. അപ്പോൾ കാണാൻ വരുന്നവർക്ക് അടിപൊളി രാജ്യമാണ്. അല്ലാണ്ട് ജോലി സാധ്യതകളും കാര്യങ്ങളുമായിട്ട് വരുന്നവർക്ക് തീരെ ഒട്ടും നമുക്ക് സപ്പോർട്ട് ചെയ്യല്ല. പക്ഷേ അതുപോലെ തന്നെ എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ ഞാൻ പ്രോത്സാഹിപ്പിക്കും. അല്ലാണ്ട് ജോലി തേടി ആരും ഇങ്ങോട്ട് വരണ്ട എന്നാണ്. ഒരിക്കലും പൈസ കൊടുത്തിട്ട് ഒരു ലാറി നാട്ടിൽ നിന്ന് $1 കൊടുത്തിട്ട് സാലറിക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ദൈവത്തോർത്ത് വരാണ്ടിരിക്കുക, കേട്ടല്ലോ. അപ്പം വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും പറയാനില്ല. അപ്പം എല്ലാം പറഞ്ഞ കണക്ക് നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം, കേട്ടോ. ടാറ്റാ, ബൈ ബൈ.